പകല് എന്നെ കുക്ക് ചെയ്യാൻ മടിയുള്ള ഞാൻ ഇതാ രാത്രി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പകൽ മുഴുവൻ ഓരോ ആവശ്യങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തെ ലഞ്ചും ഈവനിങ് സ്നാക്സും എല്ലാം പുറത്തുനിന്നായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴാണ് വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം നൈറ്റ് എന്ത് കഴിക്കും എന്നുള്ള ചിന്തയിൽ കുറച്ച് മുട്ട കുറേ ദിവസമായി വാങ്ങി വെച്ചിരിക്കുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊരു മുട്ടക്കറി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചപ്പാത്തി പുറത്തുനിന്ന് എന്തായാലും വാങ്ങാമെന്ന് വിചാരിച്ചു. ഹാഫ് കുക്ക്ഡ് ചപ്പാത്തിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മുട്ടക്കറി ആകുമ്പോൾ സെറ്റാകുമല്ലോ. ഞാനിപ്പം ഒരുവിധം മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം ടേസ്റ്റായിട്ട് വരാറുണ്ട് ഞാനിപ്പം മുട്ടക്കറി ഉണ്ടാക്കിയ. എനിക്കൊരിക്കലും ശരിയാവാതിരുന്ന ഒരു ഡിഷായിരുന്നു മുട്ടക്കറി. ഇപ്പോൾ എന്തായാലും അത് സെറ്റായി കിട്ടിയതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി അതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വന്നപ്പോഴത്തേനും രാത്രി ഒരു 9 മണിയായിട്ടുണ്ടായിരുന്നു. ഇന്ന് നല്ല ലേറ്റായിട്ടാണ് ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോനെ വരാനായിട്ട് ലേറ്റായിരുന്നു. മോനെ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെയും കൂട്ടിയിട്ടാണ് നമ്മൾ ഫുഡൊക്കെല്ലാം കഴിച്ചത്. അവൾ വന്നതിന് ശേഷമാണ് മുട്ടയൊക്കെ നമ്മൾ പൊട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അവളായിരുന്നു മുട്ട പൊട്ടിച്ച് തന്നത്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹെൽപ്പൊക്കെ അവൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അതെനിക്കും വലിയ സന്തോഷമാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി. ഇവിടെ അടുത്തുള്ള ഒരു ചെറിയ കുടിൽ വ്യവസായത്തിൽ നിന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് അല്ല, അവർ കടയിൽ കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്നാണ് മേടിക്കുന്നത്. പിന്നെ ഇതായിരുന്നു മുട്ടക്കറി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. കറി കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ.